ബി.ജെ.പിയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണോ എന്ന് സംശയിക്കേണ്ടതില്ല. ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത, സ്ഥാനാർത്ഥിത്വം നൽകിയില്ല, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജീവനൊടുക്കാൻ ശ്രമിച്ചു, ജീവൻ രക്ഷിച്ചത് വീട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ട് എന്നുള്ള വാർത്ത കൂടിയാണ്. അപ്പോൾ അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചാൽ ഉടനെ ജീവനൊടുക്കാൻ ശ്രമിക്കുന്ന ആളെ വീണ്ടും അവർ സ്ഥാനത്തിന് വേണ്ടി പരിഗണിക്കുക എന്നുള്ളത് തന്നെ തൽക്കാലം അബദ്ധമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയല്ല ഒരു സീറ്റ് വാങ്ങിയെടുക്കാൻ ആത്മഹത്യാശ്രമം നടത്തിയാൽ സീറ്റ് കിട്ടും എന്ന് തോന്നുന്ന ഒരു മനോനില സൃഷ്ടിച്ചെടുക്കുന്നത് തന്നെ ശരിയല്ല. ഇങ്ങനെയാണെങ്കിൽ എബ്രഹാം ലിങ്കണൊക്കെ എത്ര തവണ ആത്മഹത്യ ചെയ്തേനെ. ഈ പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ, അതൊക്കെ അത്തരം പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ജീവനൊടുക്കി നമുക്കങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഏതെങ്കിലും അതല്ല, ഒരു രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു പൊതുപ്രവർത്തകന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ കഴിവില്ലായ്മയാണ് ഇതിലൂടെ കൂടുതൽ പ്രകടമാകുന്നത്. ആ ശേഷി ആർജവും കാണിക്കാതെ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിലിൻ്റെ ആത്മഹത്യ മറ്റൊന്നാണ് കേട്ടോ. അദ്ദേഹം ചതിക്കപ്പെട്ടതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല. അദ്ദേഹം കൗൺസിലറായിരുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചതിക്കപ്പെട്ടു എന്നുള്ള വ്യഥയിൽ അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. അതും ചെയ്യാൻ പാടില്ല. അതല്ല അതിനുള്ള മാർഗം. രാഷ്ട്രീയ പ്രവർത്തകർ കുറേ കൂടി, എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടി മുമ്പ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ചിലപ്പോൾ വല്ല രോഗപീഠകളൊക്കെ വന്ന് സംഭവിച്ചു പോയേക്കാം. അതല്ലാതെ ജീവൻ തന്നെ അങ്ങ് വെടിഞ്ഞേക്കാമെന്ന് രാഷ്ട്രീയ പ്രവർത്തകർ തീരുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ശരിയല്ല. മാത്രമല്ല, സ്ഥാനം കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമത്തിലൂടെ സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കി കൊടുത്തുകൂടാന്ന് എനിക്ക് പറയാനുള്ളത്.